നമ്മളെല്ലാവരും ഈ ഒരു ട്രാൻസ്ഫറുകളുടെ പുറകെ നടന്ന സമയത്താണ് മൈക്ക് ഈഗൻ പെട്ടെന്ന് യുണൈറ്റഡിൻ്റെ സെയിൽ, പണ്ടത്തെ സെയിലിൻ്റെ കാര്യമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പം യുണൈറ്റഡിൻ്റെ സെയിലിൻ്റെ കാര്യം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും, ശരിയാണ്, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആകും. അപ്പോൾ അങ്ങനെ എക്സൈറ്റഡ് ആയി അവിടെ ചെന്ന് നോക്കുമ്പം കാണാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിം റാഡ്ക്ലിഫിന് ഗ്ലേസേഴ്സ് ഈ ഒരു 25% യുണൈറ്റഡിൻ്റെ ഷെയർ വിറ്റ സമയത്ത് അവർ ഒരു ചെറിയ ക്ലോസും കൂടെ അവരുടെ ആ ഒരു ഡീലിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ലോസിൻ്റെ പേരാണ് ഡ്രാഗ് എലോങ് ക്ലോസ്. അപ്പോൾ ആ ഒരു ക്ലോസ് കഴിഞ്ഞ ഓഗസ്റ്റ് 13 ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നാണ് മൈക്ക് ഈഗൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലോസ് നമ്മൾ യുണൈറ്റഡിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കി ആ ഒരു ക്ലോസിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു യുണൈറ്റഡിൻ്റെ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലേസേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു ഗ്ലേസേഴ്സിൻ്റെ കയ്യിൽ ഷെയർ കൂടുതലിരിക്കുന്നു. ആ ഒരു സമയത്ത് അവർക്കിപ്പം പെട്ടെന്നൊരു അവർക്ക് വേണ്ട തരത്തിലുള്ള ഒരു കാശ് മുന്നോട്ട് വെച്ചുകൊണ്ട് ആരെങ്കിലും ബയർ യുണൈറ്റഡിനെ മുഴുവനായിട്ട് ബൈ ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജിം റാഡ്ക്ലിഫ് പോണക്കത്തെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാം. ആ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡീല് നടക്കാതിരിക്കാൻ വേണ്ടി അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പറ്റും. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ള ക്ലോസാണ് ഈ ഒരു ഡ്രാഗ് എലോങ് ക്ലോസ്. അപ്പോൾ ആ ഒരു ക്ലോസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇപ്പം ഗ്ലേസേഴ്സിന് വേണ്ട ഒരു ഓഫർ ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജിം റാഡ്ക്ലിഫിൻ്റെ ആ 25% ഷെയർസ് വേണമെങ്കിൽ ഗ്ലേസേഴ്സിനെ നിർബന്ധിപ്പിച്ച്, ആ ഒരു ജിം റാഡ്ക്ലിഫിനെ നിർബന്ധിപ്പിച്ച് ആ ഒരു ഷെയർ വിൽക്കാൻ പറ്റുന്ന തരം ക്ലോസാണ് ഈ ഒരു ഡ്രാഗ് എലോങ് ക്ലോസ്. അപ്പോൾ ആ ഒരു ക്ലോസ് അനുസരിച്ച് 26 പൗണ്ട് പെർ ഷെയർ ജിം റാഡ്ക്ലിഫിന് ഓഫർ ചെയ്തുകൊണ്ട് പുള്ളിയെ ഫോഴ്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ഷെയർ വിൽക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മൈക്ക് ഈഗൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ എന്താണേലും നമ്മളെല്ലാവരും പിന്നെ നമ്മുടെ ശ്രദ്ധ വീണ്ടും ഷെയ്ഖ് ജാസിം ഖത്തറിലേക്കൊക്കെ തിരിയും. പക്ഷേ അങ്ങനത്തെ ഓരോ ഓഫറുമായിട്ടും ഖത്തറോ ഷെയ്ഖ് ജാസിമോ ഒന്നും വരാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഖത്തറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 2036 ആ ഒരു ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഫോക്കസും അവരുടെ കാശും എല്ലാ എയിമും അവരുടെ ഫുൾ ഫോക്കസ് അങ്ങോട്ടാണ്. ഇപ്പം ഇനിയും പുതിയൊരു ക്ലബിനെ യൂറോപ്പിൽ മേടിക്കുക എന്നുള്ള ഒരു ഐഡിയ ഒന്നും അവർക്കില്ല. കാരണം ഇപ്പം PSG നോക്കിയാൽ PSG സക്സസ്ഫുൾ ആകുന്നു, അവർ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഫുൾ ഫോക്കസ് ടുവേർഡ്സ് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷയൊന്നും വേണ്ട. വേണമെങ്കിൽ ക്രമേണ പയ്യെ ക്ലബിലോട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചിലപ്പം ജിം റാഡ്ക്ലിഫ് തന്നെ 2-3 വർഷം കൊണ്ട് ക്ലബിൻ്റെ ബാക്കിയുള്ള ഷെയറും കൂടെ മേടിക്കാനുള്ള ശ്രമമായിരിക്കും നടത്താൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫേഴ്സും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ യുണൈറ്റഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ആ ഒരു ടീമിനെ നമ്മൾ പിച്ചിൽ ഇങ്ങനെ നിരത്തി, യുണൈറ്റഡിൻ്റെ ആ ഒരു അമോർമിൻ്റെ ഫോർമേഷനിൽ പിച്ചിൽ നമ്മുടെ ടീമിനെ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെങ്തൻ ചെയ്തിരിക്കുന്നത് ഫ്രം ദ ടോപ്പ് നമ്മളിങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് വരികയാണ്. അപ്പോൾ ടോപ്പിൽ നമ്മൾ നമ്പർ 9 ആദ്യം സൈൻ ചെയ്തു, പിന്നെ 2 നമ്പർ 10s, അതായത് ഫ്രം ദ ടോപ്പ് സെൻട്രലിയാണ് നമ്മളിങ്ങനെ ടീമിനെ സ്ട്രെങ്തൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു നമ്പർ 10s കഴിഞ്ഞിട്ട് നമ്മൾ സെൻട്രലി വരുമ്പോൾ അടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് 2 ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സാണ്. അപ്പോൾ ആ 2 ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്രൊഫൈൽസ്, അല്ലെങ്കിൽ എന്ത് തരം ക്വാളിറ്റീസ് ഉള്ള മിഡ്ഫീൽഡേഴ്സിനെ ആണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റീസ് പറയാൻ വേണ്ടി എൻ്റെ ഒരു ഐഡിയൽ മിഡ്ഫീൽഡിൽ ഞാൻ 2 മിഡ്ഫീൽഡേഴ്സിൻ്റെ പേര് പറയും. അത് അവരുടെ ക്വാളിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ മിഡ്ഫീൽഡിന് വേണ്ട ക്വാളിറ്റീസ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന 2 പേരുകളും കുറച്ച് ഓവർ ദ ടോപ്പാണ്, സൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇഷ്ടംപോലെ കാശ് ഇറക്കേണ്ട 2 പ്ലെയേഴ്സാണ്. പക്ഷേ അവരുടെ ക്വാളിറ്റീസിൽ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന 2 പ്ലെയേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് കാർലോസ് ബലേവ എന്ന് പറയുന്ന പ്ലെയർ, ഒന്ന് ആഡം വാട്ടൺ. 2 പ്ലെയേഴ്സും ഭയങ്കര ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. 2 പേരും 100 മില്യൺ എബോവ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ആഡം വാട്ടൺ എന്ന് പറയുന്ന ആ ഒരു ഐഡിയൽ സൈനിങ്, നമ്മുടെ മിഡ്ഫീൽഡർ. ഇപ്പോൾ ആഡം വാട്ടൺ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ അറ്റാക്കിങ്ങിലുള്ള പുള്ളിയുടെ ക്വാളിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഡിസ്ട്രിബ്യൂഷൻസാണ്. ഇപ്പോൾ ആദ്യം പറയേണ്ടത് പുള്ളിയുടെ ഡിസ്ട്രിബ്യൂഷൻസാണ്. ഇങ്ങനെ ലോങ് ബോൾസ്, സ്വിച്ചിങ് ബോൾസ് ടുവേർഡ്സ് ലെഫ്റ്റ് വിങ്, ടുവേർഡ്സ് റൈറ്റ് വിങ്, പിന്നെ നേരെ മുന്നോട്ട് ഫോർവേഡ്സിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ നേരെ മുന്നോട്ട്, ഈ രീതിയിലുള്ള പിച്ചിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉള്ള ഒരു കഴിവ് മിഡ്ഫീൽഡറിന് വേണ്ടതാണ്. അത് ആഡം വാട്ടൺ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്ലെയറിന് ലൈൻ ബ്രേക്കിംഗ് പാസസ് കൊടുക്കാനുള്ള കഴിവുണ്ട്. അതായത് ഓപ്പോസിഷൻ്റെ മിഡ്ഫീൽഡിനെയും ഡിഫൻസിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് നേരെ നമുക്ക് ലൈൻ ബ്രേക്കിംഗ് പാസസ്
ത്രൂ ദ ഗ്രൗണ്ട് കൊടുക്കാനുള്ള ആ ഒരു കഴിവ്, ഈ രണ്ട് ക്വാളിറ്റീസ് അറ്റാക്കിംഗ് വൈസ് ഉണ്ട്. വേണമെങ്കിൽ ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ അൾട്ടിമേറ്റ്ലി പുള്ളിയുടെ ഒരു എടുത്ത് പറയേണ്ട രണ്ട് ക്വാളിറ്റീസ് അറ്റാക്കിംഗ് വൈസ് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും ശരിക്കും നല്ല രീതിയിൽ ക്രിയേറ്റീവ്ലി നല്ല രീതിയിൽ നമ്മുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, ഈ സ്വിച്ചസ് എപ്പോഴും നമ്മൾ നോക്കിയാൽ സ്വിച്ചസ് നമ്മുടെ ടീമിനെ കുറച്ചുകൂടെ അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റും. അല്ലെങ്കിൽ ഗെയിമിൻ്റെ സ്പീഡ്, ബാക്കിൽ നിന്ന് പയ്യെ ബിൽഡപ്പൊക്കെ ചെയ്ത് പാസിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഈ സ്വിച്ച് നടത്തുന്നത്. അപ്പോൾ അത് തന്നെ പെട്ടെന്ന് ഗെയിമിൻ്റെ ടെമ്പോ മാറും, അല്ലെങ്കിൽ ഗെയിമിൻ്റെ സ്പീഡ് മാറാൻ വേണ്ടി സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ അതാണ് നമ്മൾ ടെമ്പോ കൺട്രോൾ, സ്പീഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്ന തരത്തിലുള്ള മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യം പറയുന്നത്. ഈ രീതിയിലുള്ള സ്വിച്ചസ് ഭയങ്കരമായിട്ട് ആ ടെമ്പോ കൺട്രോളിനെ സഹായിക്കും. അപ്പോൾ അത് ആഡം വാട്ടൻ്റെ സ്ട്രെങ്ത് ആണ്. പിന്നെ ഡിഫെൻസീവ്ലി നമ്മൾ നോക്കിയാൽ ആഡം വാട്ടൻ എന്ന് പറയുന്ന പ്ലെയർ, ഇപ്പം ബലേബായും ഈ ഒരു പ്ലെയറിനെ തമ്മിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മളിപ്പോൾ രണ്ടുപേരുടെ ഒരു ആവറേജ് പൊസിഷൻ പെർ ഗെയിം നോക്കിയാൽ എപ്പോഴും വാട്ടൻ ആയിരിക്കും കുറേ കൂടെ ബാക്കിലോട്ട് വലിഞ്ഞു നിൽക്കുന്ന മിഡ്ഫീൽഡർ, അല്ലെങ്കിൽ ആ ഒരു ഡിഫൻസിൻ്റെ മുന്നിൽ ആ ഒരു സ്ക്രീനായിട്ട് നിൽക്കാൻ പോകുന്ന മിഡ്ഫീൽഡർ, അല്ലെങ്കിൽ ആവറേജ് പൊസിഷൻ നോക്കിയാൽ ബലേബാക്കാൾ എപ്പോഴും ബാക്കിലായിരിക്കും വാട്ടൻ നിൽക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഓപ്പോസിഷൻ്റെ ആ ഒരു ത്രെട്ട്, അറ്റാക്കിംഗ് ത്രെട്ട്, അതിനെ റീഡ് ചെയ്യാനുള്ള കഴിവ് പുള്ളിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസസ് എങ്ങനെ കവർ ചെയ്യണം, എങ്ങനെ വെൽ പൊസിഷൻഡ് ആകണം എന്നുള്ള ആ ഒരു അവയർനെസ് പുള്ളിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര റാഷ് ടാക്കിൾ മേക്ക് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഭയങ്കര ടാക്കിളൊക്കെ മേക്ക് ചെയ്ത് നമ്മളെ ഞെട്ടിക്കുന്ന പരിപാടിയൊന്നുമില്ല. കാരണം പുള്ളിക്ക് ആ ഒരു ഗെയിം റീഡ് ചെയ്ത്, പുള്ളി ആ ഒരു ഫുട്ബോൾ ഇൻ്റലിജൻസ് വെച്ചുകൊണ്ട് പുള്ളി ആ ഒരു ഗെയിം റീഡ് ചെയ്ത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് നിന്നുകൊണ്ട് ബോൾ വിൻ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഡിഫെൻസീവ്ലി ഉള്ള ഒരു മനുഷ്യനാണ് ഈ ഒരു ആഡം വാട്ടൻ. അപ്പോൾ ആഡം വാട്ടൻ്റെ കഴിവുകളെക്കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ബലേബ എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡർ എപ്പോഴും ആഡം വാട്ടനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കഴിവുള്ള മിഡ്ഫീൽഡർ. കാരണം ക്യാരിങ് ആണ് ഈ ഒരു ബലേബയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. പുള്ളിക്ക് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ബോക്സ് ടു ബോക്സ് എൻജിൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ റൺ ചെയ്യാൻ വേണ്ടി, നമ്മളെ എങ്കോളോ കാണ്ടേ പോലെ ആ ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡർ എന്ന് പറയത്തില്ല, നമ്മളെപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫിസിക്കാലിറ്റിയൊക്കെ യൂസ് ചെയ്യാനും ഭയങ്കര ടാക്കിൾസൊക്കെ നടത്തുന്ന തരത്തിലുള്ള ആ ഒരു ആക്ഷൻ പാക്ഡ് മിഡ്ഫീൽഡറാണ് ബലേബ. അപ്പോൾ അങ്ങനെ ബലേബ ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകും, അറ്റാക്കിൽ ഇൻവോൾവ് ആകും. ഇടയ്ക്ക് നമുക്ക് വേണ്ട ഗോൾസ് ഒരു സീസൺ ചിലപ്പോൾ 2, 3, 4 ഗോളൊക്കെ ചിലപ്പോൾ നമുക്ക് 2-3 ഗോളൊക്കെ പുള്ളി അടിക്കും. അപ്പോൾ ആ രീതിയിൽ ഇൻവോൾവ് ആകുന്ന തരം മിഡ്ഫീൽഡറാണ് ബലേബ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു മനുഷ്യൻ എൻജിൻ പോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രാക്ക് ബാക്കിംഗ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ മിഡ്ഫീൽഡിൽ ഇപ്പം ഈ രീതിയിൽ അറ്റാക്കിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്ന ബ്രൂണോ ഫെർണാണ്ടസിന് ഇല്ലാത്ത ഒരു സാധനമാണ് ട്രാക്ക് ബാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ഡിഫെൻസീവ്ലി നമ്മുടെ മിഡ്ഫീൽഡ് എപ്പോഴും ഓപ്പണപ്പ് ആകും ബ്രൂണോ ഫെർണാണ്ടസിനെ വെച്ച് കളിപ്പിക്കുമ്പോഴത്തേന്. അതുകൊണ്ടാണ് ബലേബ പോണക്കത്തെ ഒരു മിഡ്ഫീൽഡർ നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ട്രാക്ക് ബാക്ക് ചെയ്ത് നമ്മുടെ അറ്റാക്കേഴ്സ്, അല്ലെങ്കിൽ നമുക്കെതിരെ അറ്റാക്ക് ചെയ്യുന്ന പ്ലേയേഴ്സിനെ ട്രാക്ക് ബാക്ക് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ രീതിയിലുള്ള ക്വാളിറ്റീസാണ് ഞാൻ അറ്റാക്കിംഗ് വൈസും ഡിഫെൻസീവ്ലിയും ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സിൽ, നമുക്ക് വേണ്ട 2 മിഡ്ഫീൽഡേഴ്സിൽ കാണുന്നത്. അപ്പം നിങ്ങളുടെ ഐഡിയൽ സൈനിങ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പറയുക, നിങ്ങൾ തന്നെ കമൻസായിട്ട് ചെന്നം ഭിന്നം നിങ്ങൾ പറയുക. എനിക്കറിയാം നമ്മുടെ ഈ 2 സൈനിങ്സ് എന്ന് പറയുന്നത് കുറച്ച് ഓവർ ദ ടോപ്പാണ്, കുറച്ച് പാടാണ്, നമ്മൾ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ മര്യാദയ്ക്ക് ആരുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. കാരണം ഫബ്രിസിയോ റൊമാനോ അല്ലെങ്കിൽ നമ്മുടെ ഡേവിഡ് ഓൺസ്റ്റിനോ ഒന്നും മിഡ്ഫീൽഡേഴ്സിൻ്റെ പേരുകൾ പറയുന്നില്ല, ഇന്ന മിഡ്ഫീൽഡേഴ്സ്. പിന്നെ ഈ ഒരു Tier 2, 3 ഒക്കെ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ പല പേരുകളും പറയുന്നുണ്ട്. ഇപ്പം ആഞ്ചലോ സ്റ്റില്ലറിൻ്റെ പേര്, അതുപോലെ തന്നെ ലൂസിയൻ ഒഗൂമയുടെ പേര് ഒക്കെ പറയുന്നത്. ലൂസിയൻ ഒഗൂമ എന്ന് പറയുന്ന പ്ലെയർ കുറേ കൂടെ ചീപ്പറാണ്. സ്റ്റില്ലറിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സ്റ്റില്ലർ ആദ്യം ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളാണ്. പിന്നെ പുള്ളിയുടെ പ്രൈസ് 50 മില്യന് മുകളിലായിരിക്കും, 55 മില്യൺ അടുത്ത് 52 മില്യണെങ്കിലും മിനിമം കൊടുക്കേണ്ടി വരും സ്റ്റില്ലറിനെ കൊണ്ടുവരണമെങ്കിൽ. സ്റ്റില്ലർ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ എടുത്ത് അങ്ങോട്ട് മാറ്റുകയാണ്. ലൂസിയൻ ഒഗൂമ എന്ന് പറയുന്ന പ്ലെയർ സെവിയ എന്ന് പറയുന്ന ടീമിൽ ലാലിഗയിൽ കളിക്കുന്ന പ്ലെയർ. അപ്പോൾ ആ ഒരു പ്ലെയർ ശരിക്കും കുറേ കൂടെ ബലേബാടെ ഒരു പ്രൊഫൈലുള്ള പ്ലെയറായിട്ടാണ് പറയുന്നത്. എങ്കിലും പുള്ളി ഡീപ്പറായിട്ട് നിന്ന് ആ ഒരു ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു കവർ പോലെ, ഡിഫെൻസീവ്ലി കവർ പോലെ ആക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിനെ ഇങ്ങനെ ഓപ്പൺ അപ്പ് ആകാതെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു ഫിസിക്കാലിറ്റിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരം മിഡ്ഫീൽഡറാണ് ലൂസിയൻ ഒഗൂമ. പക്ഷേ
നമ്മൾ സെവിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സെവിയ ഫൈനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടിലാണിപ്പോൾ. സെവിയയുടെ വേജ് ക്യാപ്പൊക്കെ ഭയങ്കര എന്നാ പറയുന്നത് 2.5 മില്യൺ യൂറോസ് എന്നാണ് അവരുടെ ലാലിഗയിൽ അപ്പോൾ അവരുടെ വേജ് ക്യാപ്പ്. അതുകൊണ്ട് തന്നെ സെവിയയ്ക്ക് പ്ലേയേഴ്സിനെ വിറ്റേ പറ്റത്തുള്ളൂ. 35 മില്യൺ പൗണ്ട്സ് ആണ് ലൂസിയൻ ഒഗൂമയുടെ എന്നാ പറയുന്നത് റിലീസ് ക്ലോസ് ഒക്കെ. അതിലും താഴെ 25 മില്യൺ പൗണ്ട്സിനൊക്കെ വിൽക്കാൻ സെവിയ തയ്യാറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യലി നമുക്ക് വയബിളായിട്ടുള്ളൊരു ഓപ്ഷനാണ് ലൂസിയൻ ഒഗൂമെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൂവ് ആയിരിക്കും. അടുത്ത സീസണിൽ നമ്മൾ 2 ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡേഴ്സിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവനൊരു ബാക്കപ്പായിട്ട് വേണമെങ്കിലും ഇവനെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് യുഗാർത്തയും കസമീറോയും 2 നമുക്ക് അടുത്ത സീസണിൽ വിറ്റ് ഒഴിവാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു സൈനിങ് നല്ലതായിരിക്കും. പക്ഷേ ഇതുവരെയായിട്ടും അവൻ്റെ ഒന്നും പേര് ഡേവിഡ് ഓൺസ്റ്റീനോ ഫബ്രീസിയോ റൊമാനോ പറയാത്ത സ്ഥിതിക്ക് നമുക്ക് സ്വപ്നം കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ ഔട്ട് ഗോയിങ്സ് 3 വില്ലന്മാർ നമ്മളെ നോക്കി ഇങ്ങനെ എന്നാ പറയുക കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ആരൊക്കെയാണ്? ജേഡൻ സാൻചോ, ആൻ്റണി, അതുപോലെ തന്നെ ഗർണാച്ചോ. അതിൽ ജേഡൻ സാൻചോയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ജേഡൻ സാൻചോ ഇപ്പം 3ാമത്തെ ക്ലബിനെ റിജക്റ്റ് ചെയ്യുന്നത്. യുവൻറ്റസ്, ഗലറ്റാസാരെ, ഇപ്പം റോമ. ഇവരെ 3 പേരെ റിജക്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം വേജ് ഡിമാൻഡ്സ് ആണ്. 250K പെർ വീക്കാണ് പുള്ളിയുടെ വേജ് ഡിമാൻഡ്. പുള്ളി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ ഞാൻ യുണൈറ്റഡിൽ നിന്നോളാം. അവർ 10-13 മില്യൺ പൗണ്ട്സ് എന്താണെങ്കിലും എനിക്ക് ഈ ഒരു സീസൺ ഫുൾ ഇവിടെ നിന്നാലും ചുമ്മാ നിന്നാലും എനിക്കിത് കിട്ടും. പുള്ളിക്ക് കാശാണ് ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ വേൾഡ് കപ്പ്, ഫുട്ബോൾ, അല്ലെങ്കിൽ അവിടെ വലിയ സ്റ്റാറായി മാറുക, അങ്ങനത്തെ ഫുട്ബോൾ കരിയർ പുള്ളിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പുള്ളി മാക്സിമം കാശ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ ഒരു സീസൺ ഒരിടത്തും ലോണിൽ പോകാതെ ഇവിടെ എങ്ങാനും അടിഞ്ഞ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കരിയർ തന്നെ പോകത്തില്ല. എനിക്കറിയത്തില്ല ഇവൻ്റെ കമ്പീഷൻ എന്താണെന്ന്. പിന്നെ ഗർണാച്ചോയുടെ കാര്യം നോക്കിയാൽ ഗർണാച്ചോ 30 മില്യൺ ആണല്ലോ നമ്മുടെ ചെൽസിയുടെ ഓഫർ. ഫബ്രീസിയോ റൊമാനോ എന്നും വന്ന് പറയും, ഗർണാച്ചോയുടെ ഫോട്ടോ ഇട്ടിട്ട് എന്നും വന്ന് പറയും ഡീൽ നടക്കും, ഇപ്പം നടക്കും, നാളെ നടക്കും എന്ന് പറയുന്നുണ്ട്. നമ്മൾ 50 മില്യൺ എന്ന് പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്, ചെൽസി 30 മില്യൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഗർണാച്ചോയൊക്കെ എന്താ ചെയ്യണം എനിക്ക് മനസ്സിലാകും. ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എനിക്ക് മനസ്സിലാകാതെ. ബയൺ മ്യൂണിച്ച് പോണക്കത്തെ ക്ലബ്ബ് വരുമ്പോഴത്തേനും അവരെ റിജക്റ്റ് ചെയ്യുക. ലാസ്റ്റ് ആൻ്റണിയുടെ കാര്യം നോക്കിയാൽ ആൻ്റണിയും ഇതുപോലെ തന്നെ റയൽ ബെറ്റിസ് മതി, വേറെ ഒരിടത്തും പോകുന്നില്ല എന്നാണ് മഹാനും പറയുന്നത്. റയൽ ബെറ്റിസ് ആണെങ്കിൽ 7 നമ്പർ ജേഴ്സി മാറ്റി വെച്ചിരിക്കുകയാണ്. ആൻ്റണിക്ക് വേണ്ടി ഇങ്ങനെ മാറ്റി ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വിധി അല്ലാതെ എന്നാ പറയാനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെന്നമെന്നും കമൻസായിട്ട് ഇടുക.